കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്ക്. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും കൊണ്ട് ഗോപാലനും സുനന്ദയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണയോടാണെങ്കിൽ ഗോപാലൻ പറയുന്നത് നമ്മുടെ സുന്ദരിയെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ പുറപ്പെട്ട് എറണാകുളത്ത് എത്തുകയാണ്. അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിദ്ധാരയുടെ മുമ്പിൽ അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുനന്ദയോട് പറയുന്നു സിദ്ധാരയെ വിളിക്കാൻ പറയുന്നു. അപ്പോൾ സുനന്ദ പറയുന്നു അയ്യോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോപാലൻ പറയും എന്നാൽ പിന്നെ പുള്ളിക്കാരി സിമിയില്ല അവളെ വിളിക്കാൻ പറയും. അങ്ങനെ അവളെ വിളിക്കുമ്പോൾ അവർ പറയും അവരിവിടെ സ്ഥലത്തില്ല, കടലിക്കൽ തറവാടിൻ്റെ ഏതോ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുക എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ഗോപാലൻ നമ്മുടെ കൃഷ്ണയും കൊണ്ട് ഉദ്ഘാടനം നടത്തോട്ട് സുനന്ദ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. പക്ഷേ സുനന്ദ ശരിക്കും അവിടെ ഇല്ല. അങ്ങനെ ഫാക്ടറി ഉദ്ഘാടനത്തിലേക്ക് ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അവിടെ കൃഷ്ണയും നവീനും ഗാഥയും നവീനും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ തിരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അവിടെ വന്നിട്ട് തട്ടിയിട്ട് അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. അങ്ങനെ ഉദ്ഘാടനം അടിപൊളിയായിട്ട് നടക്കും. പിന്നീട് നമ്മുടെ കീർത്തിയുടെ അമ്മയും അച്ഛനും വന്നിങ്ങനെ അങ്ങോട്ട് വന്ന് നോക്കിയാണ്. കീർത്തിയുടെ അമ്മ വന്ന് തൊടുമ്പത്തേനും ഇലക്ട്രീഷ്യൻ ഇത് തിരിക്കുമ്പോഴത്തേനും ഷോക്ക് അടിച്ച് നമ്മുടെ കീർത്തിയുടെ അമ്മ വീഴും. കീർത്തിയുടെ അമ്മ ഇങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കും. പുറകെ കീർത്തിയുടെ അച്ഛനും പോയി പിടിക്കും. ഇത് കണ്ട് നവിയും വരുന്നു. അങ്ങനെ ഒരു വടിയെടുത്ത് അടിച്ച് താഴെയിട്ട് അവർ വീഴുകയാണ്. അപ്പോൾ നമ്മുടെ സിദ്ധാര പറയും ഈ സമയത്ത് ഇനി മോളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ തീയതി എടുക്കേണ്ട, കാരണം ഇങ്ങനെ ഒരു ദുശകനം നടന്നതുകൊണ്ടെന്ന് പറയും. അപ്പം മുത്തശ്ശി പറയാം എന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും മുത്തശ്ശിക്ക് ഇതിലൊക്കെ വിശ്വാസമില്ലേ, അതുകൊണ്ട് ഇന്ന് വേണ്ട എന്ന് പറയും. അങ്ങനെ സിദ്ധാരയ്ക്ക് അപ്പം മനസ്സിലായി ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. അപ്പോൾ ആ ഇലക്ട്രീഷ്യനെ വിളിക്കാൻ അവരുടെ ഗുണ്ടകളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഗുണ്ടകൾ അവരെ ചെന്ന് പിടിക്കുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണ ഗോപാലിനോട് പറയും നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, ഇവിടെ ഒന്നും ശരിയാകത്തില്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കീർത്തിയുടെ അച്ഛനും അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സിദ്ധാര നമ്മുടെ ഇലക്ട്രീഷ്യനോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അയാൾ വള്ളി കൂടാതെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്, ഇങ്ങനെ പൈസ തന്നിട്ട് ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ സിദ്ധാര നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അപ്പോൾ സുനന്ദയോടും നമ്മുടെ കീർത്തിയുടെ അമ്മയോട് ചോദിക്കും ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ. അങ്ങനെ ആദ്യം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും എൻ്റെ മോളുടെ ജീവൻ അപകടത്തിലായല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പം കീർത്തി അവിടെ വരും. അപ്പോൾ സിദ്ധാര പറയും നവീൻ്റെയും കീർത്തിയുടെയും കല്യാണം ഞാൻ നടത്തിത്തരാം. അങ്ങനെ അവരുമായിട്ട് സിദ്ധാര ഒരു ഡീൽ വയ്ക്കുകയാണ്. കാരണം സിദ്ധാരയ്ക്ക് എങ്ങനെയും മകളുടെ നവീനെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരുമായിട്ട് ഡീൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. അപ്പം നമ്മുടെ ഗാഥ പറയും എനിക്ക് നവീനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ, ഈ ജീവിതത്തിൽ എനിക്കൊരു കല്യാണമുണ്ട് അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ സിദ്ധാരയോട് തട്ടിക്കയറും. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.